ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചെല്ലാനം ഹാർബറിൻ്റെ വടക്ക് ഭാഗത്തേക്കുള്ള ടെട്രോപാഡിലാണ്. 2 വർഷത്തോളമായി ടെട്രോപാഡിൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട്. ഏകദേശം ഞാൻ നിൽക്കുന്ന ഭാഗത്തെ പണിയൊക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ അതിൻ്റെ കൈവരിക്ക് പെയിൻ്റൊക്കെ അടിച്ചു, അതൊക്കെ ശരിയായി കൊണ്ടുവരികയാണ്. ഇപ്പോൾ വളരെ മനോഹരമാണ് നമ്മുടെ ഈ ഹാർബറിൻ്റെ വടക്കോട്ടുള്ള ഈ പ്രദേശം, തീരദേശം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ കടലിൽ മത്സ്യത്തൊഴിലാളികൾ, ബോട്ട്, വള്ളങ്ങൾ ഒക്കെ ഫിഷിങ്ങിൻ്റെ ടൈം ആണിപ്പോൾ ഈ സമയം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വടക്കേ പുലിമുട്ട് കാണാം. ഏകദേശം ഭൂമി നിരപ്പിൽ നിന്നും 5 മീറ്റർ ഹൈറ്റ് ഉണ്ട് നമ്മുടെ ടെട്രോപാഡിൻ്റെ മുകളിൽ ഏകദേശം ഒരു 4 മീറ്റർ വീതിക്ക് നടപ്പാതയുണ്ട്. അതിന് കൈവരിയുണ്ട്. അതിന് പടിഞ്ഞാറ് വശമാണ് ഏകദേശം ഒരു 20 മീറ്ററോളം വീതിക്ക് ടെട്രോപാഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കടൽ എത്ര ശക്തമായിട്ട് വന്നാലും അതിനകത്തേക്ക് ഇടിച്ച് കയറി വരില്ല. അതിൻ്റെ ടെട്രോപാഡിൻ്റെ ഉള്ളിലേക്ക് അത് പോകും. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഹാർബറിൻ്റെ പുലിമുട്ടാണ്. അവിടെ നിന്ന് വള്ളങ്ങളൊക്കെ, മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് കാണാം. വളരെ മനോഹരമാണ്. ഒത്തിരി പ്രകൃതി സൗന്ദര്യവും കടലിൻ്റെ ഭംഗിയുമൊക്കെ ആസ്വദിക്കാനായിട്ട് നല്ലൊരു ക്ലൈമറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ ഒത്തിരി ആളുകളിപ്പോൾ ഇവിടെ വരുന്നുണ്ട് ഇത് ആസ്വദിക്കുവാനായിട്ട്. ഇപ്പോൾ ഇൻബോർഡ് വള്ളങ്ങൾ, കൊച്ചിയിൽ നിന്ന് പോകുന്ന ഇൻബോർഡ് വള്ളങ്ങളാണ് ഈ കിടക്കുന്നത്. ചെല്ലാനം ഹാർബറിൽ മീൻ വിൽക്കാൻ വേണ്ടി വന്നതാണ്. അതോടൊപ്പം തന്നെ ഫിഷിംഗ് ബോട്ടുകളെ കാണാം. വളരെ നല്ല ഒരു എന്താ പറയുന്നത്, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചെല്ലാനം ഹാർബറിൻ്റെ സ്ഥിതികളൊക്കെ മാറി. മീൻ കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ, അതുപോലെ ടെട്രോപാഡിൻ്റെ കൈവരികളുമൊക്കെ ഏകദേശം ഒരു 7.5 കിലോമീറ്റർ നമുക്കിതിലൂടെ നടന്ന് കടലും കരയുമൊക്കെ ആസ്വദിക്കാവുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ ടൂറിസ്റ്റുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഇതൊക്കെ കാണുവാനും. പ്രത്യേകിച്ച് നമുക്ക് മുൻകാലങ്ങളിലെന്ന പോലെയല്ല, അതിനേക്കാൾ വളരെ മനോഹരമായിട്ട് ഇപ്പോൾ നമ്മുടെ കടലിനെ കാണാം, ആസ്വദിക്കാം. വള്ളങ്ങൾ പണിക്ക് പോകുന്നത്, ബോട്ടുകാർ പണിക്ക് പോകുന്നത്, വരുന്നത്, ഇൻബോർഡ് വള്ളങ്ങൾ, അപ്പോൾ അതൊക്കെ എല്ലാം വളരെ മനോഹരമായിട്ട് നമുക്കിപ്പോൾ ഒരു കാണാവുന്ന നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു പ്രകൃതി സൗന്ദര്യമാണ് ഇത്. കടൽ ടെട്രോപാഡുമായിട്ട് ചേരുന്നൊരു ഭാഗമാണിത്. ഓക്കെ പ്രിയ സഹോദരങ്ങളെ,